ഞാൻ ആദ്യമായി പാർലമെൻറ്റിലെത്തുന്നത് 8ാം ലോക്സഭയിലെ അംഗമെന്ന നിലയിൽ 84. അന്ന് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഞാൻ പാർലമെൻറ്റിൻ്റെ ഫൈനാൻസ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ പലപ്പോഴും റിസർവ് ബാങ്ക് ഗവർണറായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററായിട്ടും സെക്രട്ടറി ആയിട്ടൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ വെച്ചാണ് പരിചയം തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ്റെ വൈസ് ചെയർമാനായി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരനോടൊപ്പം അന്ന് സ്റ്റേറ്റുകളും പ്ലാനിംഗ് കമ്മീഷൻ തമ്മിലാണ് ബോർഡ് തമ്മിലാണ് ചർച്ചകൾ നടക്കണം. ആദ്യം ആ ചർച്ചയിൽ പങ്കെടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം നരസിംഹ ഗവൺമെൻറ്റിലെ ഫൈനാൻസ് മിനിസ്റ്ററായി. അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്ററായി വന്ന കാലത്തിൽ ഒരു വിസ്പറിംഗ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു പുതിയ എക്കണോമിക് പോളിസി ലിബറലൈസേഷൻ്റെ ആളായിരുന്നു. അതുവരെയും ഡൽഹി എന്ന് പറയുന്നത് ലൈസൻസാണ്, എല്ലാ കാര്യത്തിലും ലൈസൻസ് എടുക്കണം. അത് മാറി ലിബറലൈസേഷനിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ആ നിലപാട് പിന്നീട് ഇന്ത്യൻ എക്കോണമിയെ വളരെ മാറ്റമുണ്ടാക്കി. അതിനുശേഷമാണ് വാജ്പേയി ഗവൺമെൻറ് വരുന്നതെന്ന് അദ്ദേഹം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, വളരെ മാന്യമായി പെരുമാറുന്ന പ്രതിപക്ഷ നേതാവ്. പിന്നീട് അദ്ദേഹം 2004 പ്രധാനമന്ത്രിയാകുന്നു. ഞാൻ അവിടെ ചെല്ലുന്നത് 2009 9 ചെല്ലുമ്പോൾ ശരത് പവാറിൻ്റെ കീഴിലാണ്, എനിക്ക് സഹമന്ത്രിയാണ് ഞാൻ. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വതന്ത്ര ചുമതല നൽകി ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കേണ്ട വലിയൊരു ബാധ്യതയാണ് എനിക്കുണ്ടായത്. അത് എപ്പോഴും എന്നെ വിളിക്കും, സാധ്യമാണ്, ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത എന്താണ്, ധാന്യശേഖരം എന്താണ്, ധാന്യങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ കൂട്ടാൻ കഴിയും, ഓരോ പ്രശ്നങ്ങളും വിതരണ രംഗത്തുള്ള മെച്ചപ്പെടുന്നത്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹവുമായ ഒരു വ്യക്തിബന്ധം, ഒരു കുടുംബാംഗം പോലെ ഞാൻ വീട്ടിൽ പോകും. ഇതിൻ്റെ ഭാര്യ കൗറുമായിട്ട് സംസാരിക്കുമായിരുന്നു. അത് അധികാരം പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമായിരുന്നു. 2019 എനിക്ക് സീറ്റ് ലോക്സഭയിലേക്ക് നിഷേധിച്ച സന്ദർഭത്തിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയിൽ എനിക്ക് വേണ്ടി 3 പേരാണ് വാദിച്ചത്. അന്ന് ഒന്ന് സോണിയാഗാന്ധി ആയിരുന്നു, മറ്റൊന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു, അഹമ്മദ് പട്ടേലായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ വിളിപ്പിച്ചു. എന്നോട് പറഞ്ഞു, ഇതൊക്കെ രാഷ്ട്രീയത്തിലും ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടണം, മുന്നോട്ട് ധൈര്യമായിട്ട് പോകുക. അതിനുശേഷം പലപ്പോഴും പല കാര്യങ്ങളിൽ അദ്ദേഹത്തെ പോയി കാണാറുണ്ടായിരുന്നു. സൗമ്യനാണ്, സ്നേഹസമ്പന്നനാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കറപ്ഷൻ ചാർജും ആർക്കും ഒരു സന്ദർഭത്തിൽ പറയാൻ കഴിയും. അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട് അന്ന് ഗവൺമെൻറ്റിനെതിരായി, 2G സ്പെക്ട്രം ഉൾപ്പെടെ. അതൊക്കെ പക്ഷേ ധീരമായി നേരിടാൻ കഴിയും. സാമ്പത്തികമായ കാര്യങ്ങളിൽ അവസാനത്തെ വാക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ആയിരുന്നു. മന്ത്രിസഭാ അംഗമായിരുന്ന പലപ്പോഴും ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഈ സബ്സിഡൈസ്ഡ് സിലിണ്ടേഴ്സ്, ഗ്യാസ് സിലിണ്ടർ 12 നിന്ന് 9 കുറയ്ക്കാൻ തീരുമാനമെടുത്തു. ചിദംബരം എന്ന ഫൈനാൻസ് മിനിസ്റ്ററാണ്. അപ്പോൾ ഞാൻ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ഞാൻ ഒപ്പോസ് ചെയ്യുന്നത് മാത്രമല്ല, ഞാൻ നോട്ട് കൊടുക്കുകയും ചെയ്തു. ആ നോട്ട് എങ്ങനെയോ പുറത്തു വന്നു. ക്യാബിനറ്റ് തീരുമാനം വരുമ്പോൾ കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ഒപ്പോസ് ചെയ്തു എന്നൊരു വാർത്ത വന്നു. അപ്പോൾ വളരെ വിഷമത്തോടുകൂടി അദ്ദേഹം സോണിയാഗാന്ധി കണ്ടു പറഞ്ഞു, ഇങ്ങനെ മന്ത്രിസഭയുടെ ഒരാളിങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ, പുറത്തു വന്നാൽ എങ്ങനെ കാര്യങ്ങൾ പോവുക. ഞാൻ സോണിയാജി കണ്ട് പറഞ്ഞു, നമുക്കത് ദോഷം ചെയ്യും, 12 നിന്ന് 9 ദോഷം ചെയ്യും, അമ്മമാർ നമുക്കെതിരാണ്. അതുകൊണ്ടാണ് ഞാൻ നോട്ട് കൊടുത്തത്. പക്ഷെ നോട്ട് എങ്ങനെ പുറത്ത് പോയി എന്ന് എനിക്കറിയില്ല, ഇനി അത് എപ്പോഴത്തില്ല. എന്നോട് പോയി മൻമോഹൻ സിംഗിനെ കാണാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ വിശ്വാസം അന്നും ഇന്നും അദ്ദേഹത്തിന് പറഞ്ഞു, ഈ ഇങ്ങനെ കുറച്ചത് നമുക്ക് ദോഷം ചെയ്യാമോ, വീട്ടമ്മമാർക്ക് വലിയ ബാധ്യത ഉണ്ടാക്കും. അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ച് 12 വന്നപ്പോൾ എന്നോട് പ്രൊഫസർ എന്ന് പറഞ്ഞ് ശരിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തിരുത്തിയും വെട്ടിയും തിരുത്തിയും കുറിച്ചുമൊക്കെ പല കാര്യങ്ങളിലും തീരുമാനത്താലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ അവസാന നാളുകൾ വരെ ഞാൻ അദ്ദേഹത്തെ പോവുക, അദ്ദേഹത്തെ കാണും. നമ്മുടെ മുരളിയാണ്, ജേക്കബ് സാറിൻ്റെ സെക്രട്ടറി ആയിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി മുരളിയാണ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി. അപ്പോൾ മുരളിയെ വിളിച്ച് ഞാൻ പോയി കാണാറുണ്ട്, ഗവർണറിനെ ഭാര്യയെ കാണാറുണ്ട്. അങ്ങനെ ഒരു സ്നേഹം എനിക്ക് എക്കാലത്തും അദ്ദേഹത്തിൻ്റെ ഈ അവസാനം ആളെ കാണാൻ ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. കഴിഞ്ഞൊരു 4-5 മാസമായി അദ്ദേഹം ആരെയും കണ്ടിരുന്നില്ല. അതൊഴിച്ച് ഉള്ളപ്പോൾ ഞാൻ ഡൽഹിയിലൊക്കെ പോവുകയും സംസാരിക്കുകയും വർത്തമാനം പറയുകയും കുറേ നേരം സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹം ഒരു തുറന്ന മനസ്സിൻ്റെ ആളാണ്. അഭിപ്രായങ്ങൾ ആരോടും തുറന്ന് പറയും. പക്ഷേ ഡിസിപ്ലിൻഡ് കോൺഗ്രസ്സുകാരനാണ്. അതിൻ്റെ അർത്ഥമാണ് അദ്ദേഹം അന്ന് ക്യാബിനറ്റ് തീരുമാനിച്ച ഈ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയൊക്കെ നടപടിയെടുക്കണമെങ്കിൽ പ്രധാനമന്ത്രി അനുവാദം വേണം എന്നൊരു നിയമം ക്യാബിനറ്റിൽ പാസ്സാക്കി അതാണ് രാഹുൽ ഗാന്ധി അന്ന് കീറിക്കളഞ്ഞത്. അത് വാഷിങ്ടണിലാണ്. ആ ഒരു പ്രശ്നം ഞങ്ങളെയൊക്കെ വിഷമിപ്പിച്ചൊരു സന്ദർഭമാണത്. പക്ഷേ അത് അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നമ്മൾ പാർട്ടിക്കാരാണ്, നമുക്ക് പാർട്ടി എടുക്കുന്ന തീരുമാനം അതാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസിപ്ലിൻ, ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഡിസിപ്ലിൻ കാണിച്ച ഒരാളാണ്.